സ്വന്തം മക്കളെ പണിക്ക് വിട്ടിട്ട് കാലുമ്മക്കാല് കയറ്റി വെച്ച് മിച്ചറ് കട്ടൻ ചായ കുടിക്കുന്നു. കള്ളക്കളവാ താനൊരു തന്തയാടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ നോക്കുമ്പോ ഒക്കെ പാവം നല്ല മക്കളാ, അല്ലെങ്കിൽ ചേട്ടന്മാരാ. അവരാ കഥാപാത്രത്തിനോടുള്ള സിനിമയുടെ ഇഷ്ടം കൊണ്ടും ആ കഥാപാത്രത്തിലുള്ള ഒരു അമർഷമാണ് പ്രകടിപ്പിക്കുന്നത്. ദേവരാജും അല്ലെങ്കിൽ അജിനും അവിടെ ഗൾഫിൽ അവരത്രയും ഡയലോഗ് പറയുന്നത് അവരുടെ ഒരു വർക്കും എന്നെ കണക്ട് ചെയ്ത് ഞാൻ സത്യം പറഞ്ഞ അവരുടെ അവസ്ഥ ആലോചിച്ച് ഞാൻ കരഞ്ഞു പോയി. കാരണം അതുപോലെ എടുത്തു വെച്ചേക്കണ സിനിമ. മാത്രല്ല ബിജുക്കുട്ടന്റെ അത് കഴിഞ്ഞിട്ട് കറക്റ്റ് ചേട്ടന്റെ ഒരു ഷോട്ടും കാണിക്കുന്നുണ്ട്. ഇതുപോലത്തെ അച്ഛന്മാരെ ചേട്ടൻ കണ്ടിട്ടുണ്ടോ? ചേട്ടന്റെ ചുറ്റും പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം മക്കളൊക്കെ ഗൾഫിലായിരിക്കുള്ളൂ, അല്ലെങ്കിൽ മോള് ഗൾഫിലായിരിക്കുള്ളൂ. ഈ പുള്ളിയൊക്കെ കുറെ പ്രശ്നങ്ങൾ കിടക്കായിരിക്കും, പക്ഷെ പെട്ടെന്നായിരിക്കും മക്കളെ ജോലിയിട്ട് പോകുന്നത്. പക്ഷെ ഈ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് പുള്ളി അതിന്റെ എല്ലാ ആണെന്ന രീതിയിലേക്ക് പഠിപ്പിച്ച് പിള്ളേരെയൊക്കെ ഗൾഫിൽ കയറ്റിയിട്ട് ഗേറ്റൊക്കെ തുറക്കാൻ ഒരു ബുദ്ധിമുട്ട്. പല പിരിവിനൊക്കെ ചെല്ലുമ്പോ നോക്കട്ടെ മക്കളുടെ കാശാ, മക്കള് പറഞ്ഞിട്ടുണ്ടാവും ചെന്ന് മേടിച്ചോ അച്ഛനെ പറഞ്ഞേക്കാം, പക്ഷെ അച്ഛൻ വെയിറ്റ് ചെയ്യും. ഹലോ എവ്രി വൺ, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വിനോദേട്ടനാണ്. അങ്ങനെ പറയുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ നമ്മുടെ വാഴ 2 കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, അജിന്റെയും ദേവരാജിന്റെയും അച്ഛനായിട്ട് നമ്മൾ വിസ്മയിപ്പിച്ച നടനാണ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. വാഴ ഇറങ്ങിയ ശേഷം അല്ലെങ്കിൽ വാഴയുടെ ഒരു റിലീസിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത് ലൈഫിൽ? വാഴയ്ക്ക് ശേഷം എനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, ഒന്നും ഉണ്ടായില്ല. പക്ഷെ എനിക്ക് വരുന്ന അഭിപ്രായങ്ങൾക്കും ആളുകളുടെ സംസാരത്തിലും കുറച്ച് മാറ്റങ്ങളും ചില സന്തോഷങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും ഞാൻ അപ്പോഴിപ്പോഴൊക്കെ ഒരുപോലെ തന്നെ കുറെ കോൾസും കുറെ മെസ്സേജുകളൊക്കെ വന്നില്ലേ ആ ഒരു അച്ഛനെ കണ്ടിട്ട്? നമ്മുടെ സുഹൃത്തുക്കൾ വിളിക്കുന്നുണ്ട്, ബന്ധുക്കൾ വിളിക്കുന്നുണ്ട്, മുമ്പ് പഠിച്ച കൂട്ടുകാരെ വിളിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മളിപ്പോ പുറമേ വരുമ്പോ തന്നെ ആൾക്കാരൊക്കെ ഒരുപാട് പേര് തിരിച്ചറിയാം, പ്രത്യേകിച്ച് ഈ സിനിമയിലെ കഥാപാത്രത്തിൽ തിരിച്ചറിയൊക്കെ നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. വലിയ സന്തോഷം. അതോടൊപ്പം തന്നെ ചില കമന്റ്സ് ഒക്കെ നമുക്ക് ഇച്ചിരി ദേഷ്യം തോന്നും. ആ 2 പിള്ളേരെ ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു ഗൃഹനാഥൻ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചൊരു ആ ഒരു മെയിൽ ഷോണിസ്റ്റ് ഒക്കെ കാണിക്കുന്ന അങ്ങനത്തെ ഒരാളെ പോലെ, അപ്പൊ നമുക്ക് അതിന്റെ ഒക്കെ ഒരു ഇറിറ്റേഷൻ വരാറുണ്ട്. കമന്റ്സ് ഉണ്ട്, ചീത്ത വിളിച്ചുള്ള കമന്റ്സ് ഒക്കെ ഉണ്ട്. നാട്ടിലെ ആൾക്കാർ മാത്രമല്ല, കൂടുതലും ഈ പ്രവാസികളായിട്ടുള്ള ഗൾഫിൽ നിന്നുള്ള കമന്റ്സ് ആണ് ഇത്തിരി കൂടി സ്ട്രോങ് ആയിട്ട് ചീത്ത വിളിക്കുന്നത്. അവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് കറക്റ്റ് ആയിട്ട് അറിയാവുന്നതുകൊണ്ടായിരിക്കും. അല്ല, അല്ലെങ്കിൽ ഒരു നടൻ എന്ന് പറഞ്ഞ രീതിയിൽ അതൊരു അപ്രീസിയേഷൻ തന്നെയാണല്ലോ. കാരണം നെഗറ്റീവ് ആണെങ്കിലും ആളുകൾ ഉള്ളിലേക്ക് അത് കാർവ് ചെയ്ത് ഇറങ്ങി എന്നുള്ളത്. പക്ഷെ അതിനൊക്കെ ഉപരിയായിട്ട് നമ്മൾ ചെയ്തു എന്ന് പറയുന്നതിനൊപ്പം തന്നെ അത് എഴുതി വെച്ചൊരു എഴുത്തുണ്ട് വിപിൻദാസ് സാറിന്റെ. ആ ക്യാരക്ടർ അങ്ങനെ എഴുതി വെച്ചുകൊണ്ടാണ് ഈ പറയുന്നത് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അത് എഴുതി വെച്ചെങ്കിൽ തന്നെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞ ഡയറക്ടർ അതിന്റെ പിന്നിലുണ്ട്. അപ്പൊ അവരൊക്കെ ഒരു എഫക്റ്റ് ആണ് ആ കഥാപാത്രം ഇത്തരത്തിൽ നമ്മൾ സംസാരിക്കാനുള്ള ഇടയായത്. ക്യാരക്ടറിന്റെ ഒരു നരേഷൻ എങ്ങനെ പറഞ്ഞു തന്നെ ഈ ക്യാരക്ടർ എങ്ങനായിരുന്നു? എനിക്ക് യാദൃശ്ചികമായിട്ട് പെട്ടെന്നായി കോള് വരുന്നത് റിനി ദിവാകർ, കൺട്രോളർ റിനി, എന്റെ ഫ്രണ്ടാണ്. ഒരു ദിവസം രാത്രി വിളിച്ചു പറഞ്ഞ് നാളെ ഫ്രീ ആണെന്ന്. അങ്ങനെ പുള്ളി എന്നെ വിളിച്ച് പല വർക്കും വിളിച്ചിട്ടുണ്ട്. അല്ല, പകരക്കാരനായിട്ട് പല സിനിമക്കാരെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ നാളെ ഫ്രീ ആണ്. ഞാൻ നാളെ ഫ്രീ ആയിരുന്നു. പറഞ്ഞു ഒരു പടത്തിന്റെ പൂജയുണ്ട്, പങ്കെടുക്കുകയാണെങ്കിൽ അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ പറയാം. ഒരു 10-16 ദിവസം ആദ്യം വേണ്ടി വരും, പിന്നെ ഒരു 10 ദിവസം വേറെ വേണ്ടി വരും, 10-26 ദിവസം വേണ്ടി വരും. ഇതിന്റെ ഇടയിൽ വേറെ ഒന്നും കയറി പിടിച്ചു പോകരുത്, ഇത് ഡേറ്റിനാ പ്രാധാന്യം. അപ്പൊ ഡേറ്റിന്റെ ക്ലാഷ് കൊണ്ടാണ് വേറെ ആർട്ടിസ്റ്റ് ചെയ്യേണ്ട സംഭവം നിനക്ക് മാറി വന്നേക്കുന്നത്. അതുകൊണ്ട് ഡേറ്റ് ക്ലാഷ് ആകരുത്, കൈ പിടിക്കുകയാണെങ്കിൽ നമുക്ക് നാളെ പൂജക്ക് വരാം, ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു. സിനിമയുടെ ഒരു വാഴ 2 എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞു. അപ്പൊ എന്നേക്കാൾ കൂടുതൽ സന്തോഷം മക്കൾക്കായിരുന്നു. വാഴ 1ന്റെ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ. വാഴ 2 മോൻ ഓടി വന്നിട്ട് ഒച്ച എന്താ സംഭവിച്ചു? ഞാൻ പറഞ്ഞു അതിലേതോ അജിൻ എന്ന് പറഞ്ഞ കുട്ടിയുടെ അച്ഛനായിട്ട്. അജിന്റെ അച്ഛനാ? അപ്പൊ മക്കൾക്കാണ് കൂടുതൽ. അപ്പൊ ഹാഷായാലും അജിനായാലും ഇപ്പൊ അലനും ഒക്കെ നമ്മളെക്കാൾ കൂടുതൽ അവർക്കറിയാം ഈ 4 പേര്. അജിന്റെ മാത്രം അപ്പൊ ഭയങ്കര ത്രില്ലായി. എനിക്ക് അത്ര ആ സമയത്ത് തോന്നി കൃത്യമായിട്ട് അത്ര അങ്ങോട്ട് ഫീൽ ചെയ്തില്ല. പക്ഷെ പിറ്റേ ദിവസം പൂജയ്ക്ക് വന്നു, മോനും കൂടെ വന്നു. അങ്ങനെയാണ് ഈ പടത്തിൽ ജോയിൻ ചെയ്യുന്നത്. പക്ഷെ ഈ നേരത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോ, ക്യാരക്ടറിലേക്ക് വരുമ്പോ, ഞാൻ മിമിക്രിന്ന് വന്നതാ. ഞാനും ബിജുക്കുട്ടനും സ്റ്റേജ് മിമിക്രി അങ്ങനെ TV ഷോയിൽ വന്നതാ. ഈ കഥാപാത്രത്തിന് വലിയൊരു ഡെപ്തുള്ള കഥാപാത്രം കൈ കിട്ടിയിട്ട് ഇത് എവിടെ തുടങ്ങണം, എങ്ങനെ ചെയ്യണം എന്നുള്ള വല്ലാത്ത ടെൻഷൻ ഉണ്ടായി സത്യം പറഞ്ഞ. പക്ഷെ സാവിൻ എന്നുള്ള ഡയറക്ടർ കൃത്യമായിട്ട് ഇരുന്ന് പറഞ്ഞു തന്നു, ഇന്നാണ് ക്യാരക്ടർ, നിങ്ങൾ ഇതുവരെ കളിച്ച കളിയല്ല, മിമിക്രി ഒന്നും വേണ്ട,
കൂടുതലും വേണ്ട കുറവും വേണ്ട, ഒരു അളവുണ്ട് അതിന്. ഇരുന്ന് പറഞ്ഞു. പക്ഷെ ഫസ്റ്റ് ടൈമൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി ഉം. ആ മീറ്റർ. കാരണം കൂടെ വെക്കുന്നത് സുധീഷ് ചേട്ടനുണ്ട് ഒപ്പം. ആ. സുധീഷ് ചേട്ടനുണ്ട്, ബിജുക്കുട്ടനുണ്ട്, സെൽവരാജ്, ഉം. അല്ലെ ഹാഷിന്റെ മാമയായിട്ട്. വരുന്നു. ഇവർ 4 പേര് ഒരുമിച്ചുള്ള ഒരു കോമ്പിനേഷൻ എടുക്കൊണ്ടിരിക്കുന്നത്. ആ. അതാണോ ഫസ്റ്റ് ഷോട്ട്? ഫസ്റ്റ് ഷോട്ട് അതാ. 4 പേരുണ്ടല്ലോ. മറ്റേ അടി കഴിഞ്ഞിട്ട് ആ വരുന്നു. മദർ പറയൂലേ, ഇന്നലെ യുദ്ധം നടന്ന യുദ്ധം എന്താ നടന്നൊക്കെ പറയുന്നില്ല. ആ. അപ്പൊ ആ പോർഷന്റെ സമയത്ത് സത്യം പറയും ഭയങ്കര ടെൻഷനായി. എനിക്ക് ഇവർക്കൊപ്പം അങ്ങോട്ട് എത്താൻ, ആ മീറ്ററിലേക്ക് എത്താൻ പറ്റുന്നൊരു കുഴപ്പമുണ്ടായി. ഉം. പക്ഷെ പുള്ളി അത് പറഞ്ഞ് ഇരുത്തി, പറഞ്ഞ് മനസ്സിലാക്കി തന്ന് കുറെ സംസാരിക്കും പുള്ളി. സംസാരിച്ചാക്കിയതാ. മീറ്റർ ആയതിനു ശേഷം പറഞ്ഞ് ഇനി നോക്കണ്ട, ഈ മീറ്റർ ഇപ്പൊ പിടിച്ചാൽ സെറ്റാണ്. തെറ്റാണ്, ഈ മീറ്റർ പിടിച്ചായെന്ന് പറഞ്ഞു. അല്ല, നമുക്കിത് കാണുമ്പോ ഇതിന്റെ പുറകിൽ ഇത്രയും എഫേർട്ട് അല്ലെങ്കിൽ ചേട്ടൻ ഭയങ്കര ഈസി ആയിട്ട് ചെയ്തതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. ഈസി അല്ല, അത് ഇങ്ങനത്തെ ഒരു അവര് പറഞ്ഞത് നമുക്ക് ഇപ്പൊ ബിജുക്കുട്ടിനുമായ പ്രശ്നം വരുന്നത് സ്റ്റാർട്ടിങ്ങില്. ബിജുക്കുട്ടിന്റെ ഗംഭീര ക്യാരക്ടറാ. ബിജുക്കുട്ടിനും ഫസ്റ്റ് ഡേ ബിജുക്കുട്ടൻ കയ്യിൽ നിന്ന് പോയി. ബിജുക്കുട്ടൻ പറഞ്ഞു എടാ കയ്യിൽ നിന്ന് പോയി. നടക്കണില്ല. കാരണം ബിജുക്കുട്ടനായാലും മിമിക്രി വന്നുകൊണ്ട് എന്തും ഫ്രീ ആയിട്ട് ചെയ്യാല്ല. അത്ര ഫ്രീ മൈൻഡ് വേണ്ട. ഇവിടെ വളരെ റിലാക്സ് ചെയ്തിട്ട് ടൈം എടുത്തിട്ട് ലുക്കൊക്കെ കൊടുത്ത് ശ്വാസമൊക്കെ വിട്ട് മര്യാദ പറഞ്ഞാൽ റിയലിസ്റ്റിക് ആയിട്ട് നമുക്കത് അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ കുറെ ഇപ്പൊ എന്റെ 118ാമത്തെ പടമാണത്. 118ാമത്തെ പടം. എന്നിട്ട് ഇത്രയും ടെൻഷൻ അല്ല, ടെൻഷനായിരുന്നു. കാരണം ഇത്രയും ഒരു വലിയൊരു ക്യാരക്ടർ നമുക്ക് കിട്ടിയിട്ടില്ല. ബാക്കിയെല്ലാം നമ്മൾ ചെയ്യുന്നു, ഡയറക്ടർ കൃത്യമായിട്ട് പറഞ്ഞു തരും, നമ്മൾ ചെയ്യുന്ന പ്രശ്നം. ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട വേഷമല്ല, കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ട് ഇരുത്തി പഠിപ്പിച്ച് ചെയ്യിപ്പിച്ചതാ. ഇപ്പൊ അജിൻ ദേവരാജ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ അലൻ ഹാഷിർ, അവരൊക്കെ റീൽസിൽ ഭയങ്കര ഫേമസ് ആ. അപ്പൊ നമ്മുടെ ഓപ്പോസിറ്റ് നിന്ന് അവരൊക്കെ അഭിനയിക്കുമ്പോ എങ്ങനെയുണ്ടായിരുന്നു? ഫ്രീ അവർ ചെയ്യണം, അഭിനയിക്കല്ല, അവര് ജീവിക്കാണ്. അവര് അഭിനയിക്കണം തോന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ സീനൊക്കെ നോക്കിക്കോ, അവരൊക്കെ വളരെ പക്കയായിട്ട്. എൻ്റെ 2 മക്കളെ പോലെ എനിക്കൊരു മോനാണുള്ളത്. അപ്പൊ നമുക്ക് ആ ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞാൽ ലത ദാസ് എന്ന് പറഞ്ഞാണ് എൻ്റെ വൈഫായിട്ട് അഭിനയിച്ച്. ആ സീനൊക്കെ എടുക്കുമ്പോൾ ദേവരായ ആയാലും അജിനായാലും ലതയായാലും ഒരു ഫാമിലി, ഒരു മൂടാ. അങ്ങനെയാണ് നമ്മൾ അവർ ട്രീറ്റ് ചെയ്ത് വെച്ചേക്കണത്. അവരും ഗംഭീര ആർട്ടിസ്റ്റുകളല്ലേ, ഈ ഒരു 3 പേരും ഗംഭീര ആർട്ടിസ്റ്റുകളല്ലേ. ദേവരായന്റെ ഒക്കെ പ്രസന്റേഷൻ കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലൈമാക്സ് പോസ്റ്റിലൊക്കെ ദേവരായ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസിലാണ് എൻ്റെ സാധനം ഹൈപ്പായിട്ട് വരുന്നത്. ഗംഭീര ആർട്ടിസ്റ്റാണ് 2 പേരും. 4 പേരും ആർട്ടിസ്റ്റുകളാണ്. 4 പേര് മാത്രമല്ല, അതിൽ എല്ലാ മക്കളും ആർട്ടിസ്റ്റുകളാണ്. എന്ത് രസമായിട്ടൊക്കെയാണ് കുഞ്ഞു മക്കളൊക്കെ വരച്ചിട്ടില്ലേ. അല്ല, നമ്മള് രണ്ടും കുറെ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ ചേട്ടൻ പറഞ്ഞ 118 സിനിമകളൊക്കെ ചെയ്ത് അതിന്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് ചേട്ടൻ വരുന്നത്. അവര് റീൽസിന്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ്. അപ്പോ എന്നിട്ട് ഇതുപോലെ വിസ്മയിപ്പിച്ചിട്ട് പോയി എന്നാണ് പറയുന്നത്. ഓക്കെ. ചേട്ടന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ സിനിമാലയ എന്നാണല്ലേ? സിനിമാലയ. അതിക്ക് മുമ്പ് നമ്മള് കലോത്സവങ്ങളിൽ, സ്റ്റേറ്റ് കലോത്സവത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോ സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്നു കഥാപ്രസംഗം, മിമിക്രി. അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. പിന്നെ യൂണിവേഴ്സിറ്റി വിന്നറൊക്കെ ആയിരുന്നു. പിന്നെ മിമിക്രിയിലേക്ക് വന്ന ശേഷം സാഗർ ഷിയാസ്ക അന്ന് സിനിമാല എന്നുള്ള പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിക്കുമ്പോൾ നമ്മുടെ സലികുമാർ ചേട്ടനൊക്കെയാണ് അതിന്റെ സിനിമയുടെ ആൾക്കാർ. അപ്പൊ സാഗർ ഷിയാസ്ക വഴിയാണ് ഞാൻ സിനിമയിൽ വരുന്നത്. ഡയാന ചേച്ചി അത് തന്നെ ഒരു വലിയ സ്കൂളാണ്. കാരണം എന്നെ ആദ്യമായിട്ട് ക്യാമറക്ക് മുമ്പിൽ നിർത്തുന്നത് ഡയാന ചേച്ചി സിനിമാല. അപ്പൊ ചേച്ചിയുടെ ട്രീറ്റ് വലിയൊരു പരിപാടിയാണ്. കാരണം നമ്മൾ ഇതുപോലെ തന്നെ ചേച്ചി അടിക്കുകയൊക്കെ ചെയ്യും തെറ്റിച്ച് കഴിഞ്ഞാൽ. അത്ര ഫ്രീഡം. അപ്പൊ ഒരു വനിതയാണെന്ന് ആലോചിച്ചു ഡയറക്ടർ. വനിത അത് പബ്ലിക്കിന് പോയാലും അല്ലെങ്കിൽ പുറമെ ഔട്ട്ഡോർ ഷൂട്ടായാലും ആൾക്കാർ നോക്കി നിൽക്കുന്നതൊന്നും പുള്ളിക്കാർക്ക് ബാധകമല്ല. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അപ്പൊ ഒന്ന് അടിക്കുകയും എന്തൊന്നും കാണിക്കണത് മര്യാദ ചെയ്യുന്ന കൊച്ചിയാണല്ലോ. ചേച്ചി നാടകം, ചേച്ചിയുടെ ഫാദർ സിൽവർ സ്റ്റാർ നാടക ഗ്രൂപ്പാണ്. ചേച്ചി നാടകം ഇങ്ങനെ വന്നു നമ്മൾക്ക് കൃത്യമായിട്ട് അഭിനയം എന്താണെന്നുള്ള ചേച്ചി കൃത്യമായിട്ട് പറഞ്ഞു തരും. അപ്പൊ എൻ്റെ ഒരു വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ സിനിമാല എന്നുള്ള പ്രോഗ്രാമിൽ ഞാൻ വന്നുകൊണ്ടാണ് ഇത്തരം കുറെ മാറ്റങ്ങൾ ഉണ്ടായത്. ഈ സിനിമയിലേക്ക് എന്നെ സെലക്ട് ചെയ്തപ്പോൾ ഹാരിസൊക്കെ ഉണ്ടായി. ഹാരിസൊക്കെ പറഞ്ഞത് ഞങ്ങളിങ്ങനെ വിനോദിന്റെ ഫോട്ടോ വന്നപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് ഓർമ്മ വന്നത് സിനിമാലയാണ്. പണ്ടത്തെ അപ്പൊ അന്ന് നിങ്ങൾ എന്തൊക്കെയോ സിനിമയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഓർമ്മ എന്ന് പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും സിനിമയിലെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം, ഒരുപാട് ഗുണങ്ങൾ വരുത്തിയിട്ടുണ്ട് ഈ സിനിമക്കടക്കം ലൈഫിലുടനീളം, പ്രത്യേകിച്ച് ഡയാന സിൽവസ്റ്റർ. ചേട്ടൻ ചെയ്തു വെച്ച കഥാപാത്രം അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ ചെയ്തിട്ട് ഇങ്ങനെ തിരിച്ചു വന്നല്ലോ, തിയേറ്ററിൽ പോയി കണ്ടപ്പോ ചേട്ടന്റെ ഒരു ഫീൽ എങ്ങനെയായിരുന്നു? തിയേറ്ററിൽ പത്മല കണ്ടത്. സത്യം പറഞ്ഞ ഫുൾ സ്റ്റോറി ഒന്നും സാവിൻസ അല്ലെങ്കിൽ വിപിൻ ചേട്ടനൊന്നും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. നമ്മുടെ പോർഷൻ മാത്രമാണ് പറഞ്ഞത്. നമ്മുടെ പോർഷൻ പറഞ്ഞു തന്നു, ചെയ്തു എന്നല്ലാണ്ട് വേറൊന്നും ഫുൾ കഥയും നമുക്ക് അറിയില്ല. എനിക്കെന്നല്ല, ആർക്കും അറിയില്ല. ബിജുക്കുട്ടിനും അറിയില്ല, ആർക്കും അറിയില്ല കേട്ടാ. ബിജുക്കുട്ടിന് എന്റെ നാട്ടുകാരനാ, ഞങ്ങൾ ഒരുമിച്ച് വന്നതല്ലേ. ഷൂട്ട് കഴിഞ്ഞ് പോകുമ്പോഴൊക്കെ നമ്മൾ ഒരുമിച്ചാണ് വന്നിരുന്നത്. പോകുന്നത് തിയേറ്ററിൽ വന്നിരുന്ന് പത്മയിലാണ്. ഞാൻ എൻ്റെ ഫാമിലി ഉണ്ട്. പടം കണ്ട് സ്റ്റാർട്ടിങ് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ കൈവിട്ടു. നമ്മളിതിൽ ആക്ട് ചെയ്തു അല്ലെങ്കിൽ നമ്മളിതിൽ ഭാഗമാണെന്നുള്ള കാര്യമൊക്കെ മറന്നു.
പിന്നെ നമ്മൾ ഈ സിനിമക്കൊപ്പം ഇങ്ങനെ പോവുകയാണ്. അവിടെ ചിരിയുണ്ട്, കളിയുണ്ട്, കരച്ചിലുണ്ട്, ഇതെല്ലാ ഇമോഷൻസും നമുക്കുണ്ട്. കയ്യിൽ നിന്ന് വിട്ടിട്ട് നമ്മൾ സാധാരണ ഒരു ഇതിൽ പുറമേ നിന്നൊരു പ്രേക്ഷകൻ സിനിമ കാണുന്ന പോലെ നമ്മൾ അനുഭവിക്കുന്ന സിനിമ. ഉം. ക്ലൈമാക്സിൽ നമ്മുടെ പോർഷൻ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കും ചെറിയ ദേഷ്യം ദേഷ്യം തോന്നി. ഇയാൾ എന്തേ കാണിക്കുന്നത് നിങ്ങള്? ആ വിധത്തിലാണ് ആ സംഭവം അവർ കൊണ്ട് എത്തിച്ചു വെച്ചേക്കുന്നത്. എന്തായാലും ഓക്കെ. ഭയങ്കര സന്തോഷമായി പോയി. അല്ല, ഈ പുതിയ പിള്ളേരുടെ കൂടെ പിടിച്ചു നിൽക്കാൻ ഇച്ചിരി ഇച്ചിരി പാടാണോ? അല്ലെങ്കിൽ ഈ ഇതുപോലെ ഇപ്പൊ ഹാഷിർ അല്ലെങ്കിൽ അവരുടെയൊക്കെ കൂടെ പാവങ്ങളാ. പാവങ്ങളാണ്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും അവരുടെ ഇന്റർവ്യൂസും അല്ലെങ്കിൽ അവരിപ്പോൾ ഈ തിയേറ്റർ വിസിറ്റിംഗ് പോകണ്ടല്ലോ, ആ. ഇപ്പോഴും അവരെന്ത് സിമ്പിളായിട്ട് പോണത്. കാരണം അവർക്കൊരു പഠിക്കാനുണ്ട്. ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചേഞ്ച് വരും എന്ന് പറയില്ലേ, ആ മക്കൾക്ക് ഒരു ചേഞ്ചും ഇല്ല. ഇന്ന് നോക്കിയാൽ സൂപ്പർ സ്റ്റാറുകളാണ് അവർ 4 പേര്. അവരുടെ ഇപ്പൊ തിയേറ്റർ വിസിറ്റ് നടന്നല്ലേ, ഞാൻ എൻ്റെ നാട്ടിൽ ഈ ഷഫാസ് തിയേറ്ററാണ് എൻ്റെ നാട്ടിൽ. പറവര്. അവിടെ അവർ വന്നപ്പോൾ ഞാൻ ജോയിൻ ചെയ്തു. അല്ലാതെ ഞാൻ പോയിട്ടില്ല. കാരണം നമ്മുടെ ഒന്നും ആവശ്യമില്ല. ബിജുക്കുട്ടനും തിയേറ്റർ അങ്ങനെ പോയിട്ടില്ല, മറ്റു ആർട്ടിസ്റ്റുകളും പോയിട്ടില്ല. ഇവര് മതി, ഈ പിള്ളേരെ മതി. പക്ഷെ അവരൊക്കെ ഒരു റേഞ്ചും മാത്രമല്ല അവരുടെ സ്വഭാവവും ആളുകളായിട്ടുള്ളൊരു അതൊക്കെ എന്ത് ഫ്രീ ആയിരിക്കും. നല്ല മക്കളാ 4 പേരും. ഓക്കെ. ചേട്ടൻ വാഴ ചെയ്ത സമയത്ത് ചേട്ടന് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സീൻ ഏത് ചെയ്യുമ്പോഴായിരുന്നു? കുറച്ചൊരു ഒരു റീടേക്ക് അധികം വന്നത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മീറ്ററിലാവുന്നത് വരെ അതുവരെ ഞാൻ വേർത്തുപോയി. വേർത്തിട്ട് കുറച്ച് നേരത്തേക്ക് ഞാൻ ഇങ്ങനെ കയ്യിൽ പോയി. ഞാൻ ദൈവമേ അന്നത് അബദ്ധമായ. പിന്നെ എൻ്റെ ടെൻഷൻ അവർ ഈ എഡിറ്റേഴ്സ് കണ്ണനൊക്കെ ഉണ്ട്, കണ്ണൻ, അഖില്, ക്യാമറമാൻ, ഇവര് ഞാൻ ചെയ്ത പോർഷൻ വീണ്ടും ഇട്ട് കാണും. കണ്ടിട്ട് ചേട്ടനും പോയി മീറ്ററിന്റെ അടുത്ത് നിൽക്കുവോ? ഞാൻ പേടിയായി, ഞാൻ മാറി തുടങ്ങി. അപ്പൊ ഇവരിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ നോക്കും. അപ്പൊ എൻ്റെ ധാരണ അവര് സംസാരിക്കുന്നത് എന്തായിരിക്കും എന്ന് ഞാൻ ഇമാജിൻ ചെയ്യണം. മൈൻഡ് വോയിസ് നമ്മൾ കേട്ടോണ്ടിരിക്കുക. ഇയാള് ശരിയായില്ല, വെളിച്ചം പോയി, കറക്റ്റ് അല്ല. ഇവരുടെ ഞാൻ സ്വയം ചിന്തിക്കുകയാണ് എന്ത് ചെയ്യും. അങ്ങനെ ഞാൻ കുറെ ടെൻഷനായി. ഉച്ചയായപ്പോഴും സത്യം പറഞ്ഞ വല്ലാത്ത ടെൻഷനായി. പക്ഷെ സാവിൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു മൈൻഡ് വേറെ മൈൻഡാണ്. ഉടൻ പൊളിക്കണ്ടോ, ടെൻഷൻ അടിക്കണ്ട, ഓക്കെ ആക്കാം ഇത്ര ഉള്ളു എന്നൊക്കെ പറഞ്ഞ്. പിന്നെ വാഴ 1 ജഗദീഷ് ചേട്ടൻ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, അതിനൊരു ടെമ്പർ ഉണ്ട്. അപ്പൊ അത് പറഞ്ഞു വാഴ 1 ജഗദീഷ് ചേട്ടൻ ചില സംഭവം ടെമ്പർ സാധനമുണ്ട്, അതൊന്ന് പിടിച്ചാന്നായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു തരും. പിന്നെ നമ്മൾ എത്രത്തോളം ഫ്രീ ആക്കാമോ അത്രത്തോളം ഫ്രീ ആക്കും. ഇപ്പൊ തെറ്റിയാലും കുഴപ്പമില്ല. കുറുവ് മൊത്തം ഇപ്പൊ അഖിലായാലും അസോസിയേറ്റ് നമ്മുടെ റീച്ചേറിനെ ഒക്കെ ഫ്രീ ആയിട്ട് നമ്മൾ കൂളാക്കും. നോ പ്രോബ്ലം, എന്തിനാ നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല. അപ്പൊ ഒരു 6-7 ടേക്കൊക്കെ ആയി. എന്നാലും കുഴപ്പമില്ല. പിന്നെ ആ ഫസ്റ്റ് ഡേ കഴിഞ്ഞ് സെക്കൻഡ് ഡേ ആയപ്പോഴും നമ്മൾ ഫ്രീ ആയി, ആ ക്യാരക്ടർ കിട്ടി. അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചേക്കണത് വേറെ നമ്മൾ എക്സ്ട്രാ ഒന്നും ഇടണ്ട, കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നും ഇടണ്ട, എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എന്താണോ എഴുതി വെച്ചിരിക്കുന്നത് അത് പറയുന്ന പോലെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമാണ്. അല്ലാണ്ട് നമ്മുടെ ഒരു ആർട്ടിസ്റ്റാണ്, ആക്ടറാണ്, എക്സ്ട്രാ നീ കയ്യിൽ നിന്നിട്ട് ഒന്നും വേണ്ട, ഉള്ളത് പറഞ്ഞാൽ മതി അവിടെ. ഇപ്പൊ 118 സിനിമകളായി എന്ന് പറഞ്ഞു. ഇപ്പൊ അതിൽ ഏറ്റവും ഫേവറേറ്റ് വാഴയാണോ? ആണല്ലോ, അങ്ങനെ പറയാം. പിന്നെ വാഴയല്ലേ പടം. എനിക്ക് സ്റ്റാർട്ടിങ്ങില് കലാഭവൻ ഹനീഫൊക്കെ വഴി ഡ്യൂപ്പ് എന്നുള്ള സിനിമയിൽ ആദ്യം വരുന്നത്. ഫസ്റ്റ് മൂവി ഏതാണ്? നിസാറൊക്കെ ഡയറക്ട് ചെയ്തത്. ഇപ്പൊ മാർത്താണ്ഡ ചേട്ടൻ അതിന്റെ അസോസിയേറ്റ്, നമ്മുടെ ജി മാർത്താണ്ഡ ചേട്ടൻ. അത് ചെറിയ പടം, മ്യൂസിക്കാരുടെ പടം വരുന്നു, അതിൽ ഒരു ചെറിയ വേഷം കിട്ടി. പിന്നെ പടം ചെയ്യില്ല. പിന്നെ 2000 ക്രേസി ഗോപാലിനാണ് നമുക്കൊരു വീണ്ടും കിട്ടുന്നത്, ദിലീപ് ഏട്ടന്. അത് പിന്നെ അത് നല്ല ബന്ധങ്ങളായി. അതായിരുന്നു എൻ്റെ രാശി. അവിടെ നിന്ന് പിന്നെ കുറെ കണക്ഷൻസ് ആയി, കുറെ ബന്ധങ്ങളായി. അപ്പൊ സിനിമാല സജീവമായി. സിനിമാലയും സ്റ്റേജ് ഷോയും കുറച്ച് സിനിമകളൊക്കെ വന്ന് അങ്ങനെ വന്നതാ. അപ്പൊ ഇത്രയും സിനിമ എന്ന് കഴിഞ്ഞ ദിവസം മോളും മോനും കൂടി പഴയ ഡയറിയൊക്കെ എടുത്ത് എണ്ണി പിന്നെ കുറെ എഴുതാൻ വിട്ടുപോയതുണ്ടായി. അതൊക്കെ പുതിയ ഫേസ്ബുക്കിൽ നോക്കിയപ്പോ പുതിയ ഫോട്ടോസ് അങ്ങനെ എടുത്തപ്പോ ഏകദേശം 118 സിനിമ, 119 സിനിമയാണത്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോ നമുക്ക് വലിയ സന്തോഷമല്ലേ. ശരി. അല്ല, അവര് എണ്ണി എഴുതിയപ്പോഴാണ് ഇത്രയും സിനിമ ചേട്ടൻ തന്നെ അറിഞ്ഞത് അല്ലേ? അപ്പൊ ഏകദേശം എത്ര നാളായിണ്ടാവും ഇൻഡസ്ട്രിയിൽ വന്നിട്ട്? 2000. അപ്പൊ 26 വർഷമായി. അത് ഇത്രയും ഡെപ്ത് ഉള്ള ഒരു കഥാപാത്രം ചെയ്ത് അങ്ങനെ ഇത് ഇച്ചിരി സമയം എടുത്തത് എന്തായിരുന്നു? അറിയില്ല, അതൊരു ദൈവാധീനം അല്ലേ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോഴെല്ലാം നമുക്ക് ഒരു വിളി വന്നതും ചെയ്യാൻ കഴിഞ്ഞതും അതും ഇത്രയും വലിയ സക്സസ്. കാരണം ഇപ്പൊ തന്നെ നമ്മുടെ കുറെ സുഹൃത്തുക്കൾക്ക് ടിക്കറ്റ് ഇല്ല, ടിക്കറ്റ് കിട്ടുന്നില്ല, ഹൗസ്ഫുൾ എല്ലായിടത്തും. ഇവിടെ മാത്രമല്ല, പുറത്തും പുറമെ നല്ല സുഹൃത്തുക്കൾക്ക് വിളിക്കും, എടാ ഇവിടെ സൗദിയിലൊക്കെ വിളിക്കും, എടാ ഇവിടെ ഹൗസ്ഫുള്ളാണ്, അവിടെ ഇത്രയും പ്രശ്നങ്ങൾ കിടക്കുകയല്ലേ, എന്നിട്ട് പോലും അവിടെ നിന്നൊക്കെ നമുക്ക് വിളി വരുമ്പോൾ സന്തോഷമല്ലേ. അപ്പൊ ഇപ്പോഴാണെങ്കിലും നമുക്ക് ദൈവം
ഒരു അതെ അല്ല അതെ ഇതൊരു കരിയർ ബ്രേക്ക് ആയിരിക്കും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചുകൂടെ ഒക്കെ ഒരു എക്സ്പെക്ടേഷൻസ് കൂടിയിട്ടുണ്ടോ വരട്ടെ. സിനിമയുടെ കാര്യത്തില്? അങ്ങനെ വരട്ടെ. സിനിമ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നാണ്. ഒന്നും പറയാൻ പറ്റില്ല. ഒന്നും പലപ്പോഴും സിനിമ എന്ന് പറയുന്നത് ഒരു വെള്ളിയാഴ്ച സംഭവിക്കുന്ന വലിയൊരു മാറ്റമാണ്. അപ്പൊ ഇത് അതിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഇത് വരുന്നു. വ്യാഴാഴ്ച ഇറങ്ങിയെന്നാണ് ഈ പടം. അവിടെ നമുക്ക് വെള്ളിയാഴ്ച എന്നുള്ള ഡയലോഗ് പറയാനും മാറ്റം പറ്റില്ല. വരുന്നില്ല. ഈ വ്യാഴാഴ്ച ഇവിടെ ആ. ഇറങ്ങിയത്. അതുപോലെ പള്ളിച്ചട്ടമ്പിയില് ഉണ്ടല്ലേ? അതൊരു ഒരു പ്രതീക്ഷയാണ്. ആ. അതിപ്പോ വിഷുവിന് 15-ാം തീയതി ഉം. ഇറങ്ങി. അത് ഡിജോന്റെ ഫസ്റ്റ് മൂവി ക്യൂ എന്നുള്ള പടമാണ്. ഉം. അത് അഭിനയിച്ചന്റെ. ഉം. അപ്പൊ അന്നോട്ടൊരു ബന്ധമുണ്ട്. അപ്പൊ അതിന്റെ ഒരു അസോസിയേറ്റ് ക്യാമറമാൻ മകേഷ് പട്ടണം വരുന്നു. എന്റെ നാട്ടുകാരനാണ്, എന്റെ സുഹൃത്താ ക്യാമറമാനാണ്. അപ്പൊ അവൻ വഴിയാണ് നമ്മൾ ക്യൂവിലേക്ക് വരുന്നത്. പക്ഷെ ക്യൂവിന് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഡിജോന്റെ ഒരു പടത്തിൽ ഞാനില്ല. ആ. പക്ഷെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതൊക്കെ മെസ്സേജ് കിട്ടും, ആ. അങ്ങനെ വിളിക്കും. അപ്പൊ ഒരു ദിവസം ചോദിക്കാറുണ്ടോ? ഡിജോ പിന്നെ വിളിച്ചിട്ടില്ല, കാരണം ജനഗണമനൊക്കെ കത്തിരിക്കാനില്ല. അപ്പോൾ ഞാൻ മെസ്സേജ് കിട്ടും. ഒരു ദിവസം എനിക്ക് ലൈനിൽ കിട്ടി, ഇതിനോട്ട് ഒരു സാധനം വരുന്നുണ്ട്, വലിയ ഒരു പടമാണ്, ഒരു ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ആ സിനിമയിൽ ചേട്ടൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. സിനിമ ആയപ്പോഴും ഫോട്ടോ അയക്കാൻ പറഞ്ഞു. ഫോട്ടോ അയച്ചു. അപ്പൊ പറഞ്ഞ് അതിൽ ഒരു ക്യാരക്ടർ ഉണ്ട്, നല്ല ക്യാരക്ടറാണ്. അതിൽ നമുക്ക് വലിയ പെർഫോമൻസും വലിയ സംഭവമല്ല, പക്ഷെ ആ വലിയ സിനിമയുടെ ഭാഗമാണ്. വാഴയിൽ നമ്മൾ ചെയ്ത ഇൻഡിവിജ്വൽ ഒരു ക്യാരക്ടർ പോലെ അത്ര ഡെപ്തുള്ള ക്യാരക്ടർ അല്ല, പക്ഷെ ആ സിനിമയുടെ ഭാഗമായിട്ട് നമ്മൾ ത്രൂ ഔട്ട് ഉണ്ട്. അതൊരു ഭാഗ്യമാണ്. കാരണം നമ്മൾ നിൽക്കുന്നത് കുട്ടേട്ടൻ്റെ ഒപ്പമാണ്, വിജയരാഘവൻ ചേട്ടൻ്റെ ഒപ്പമുള്ള കൂടെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ ടോവി എന്ന് പറഞ്ഞ വലിയൊരു വലിയൊരു വൻമരം നിൽക്കുകയല്ലേ സ്റ്റാറായിട്ട്. കോമ്പിനേഷൻ സീൻസ് ഒക്കെ വരുന്നുണ്ടോ? പിന്നെ ഫുള്ള് ത്രൂ ഔട്ട് ഉണ്ട് പടത്തിൽ, ത്രൂ ഔട്ട് പോകും. ഞാൻ പറഞ്ഞൊരു ഇൻഡിവിജ്വൽ ഒരു പെർഫോമൻസ് ലെവലിലേക്ക് നമുക്ക് ചിലപ്പോൾ ആ ലെവലിലേക്ക് ചർച്ച ചെയ്യപ്പെടില്ല, പക്ഷെ ആ സിനിമയുടെ ഭാഗം എന്ന രീതിയിലേക്ക് ഞാൻ 100% ഹാപ്പിയാണ്. കാരണം വലിയ സിനിമയുടെ ഭാഗമല്ലേ, ആ പടം വിജയിക്കണം. അത് വിഷുവിന്റെ ഒന്നാണ് റിലീസ് ചെയ്യണത്. അല്ല ഇതിപ്പോ വാഴ ഇറങ്ങി അതിങ്ങനെ കത്തി നിൽക്കുന്ന സമയം ഇനി പള്ളിച്ചട്ടമ്പി ഇറങ്ങാൻ പോകുന്നു. അപ്പോ ഈ 26 ഒരു ലക്കി ആയിട്ടുള്ള ഒരു ഇയർ ആയിട്ട് തോന്നുന്നുണ്ടോ? അതെ, തീർച്ചയായിട്ടും അത് വലിയൊരു ഭാഗ്യമുള്ള വർഷമായിട്ട് മാറും. കാരണം വേറെ അങ്ങനെ 1-2 പടങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, വരാനിരിക്കുന്നുണ്ട്. ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ നല്ല കാലം അല്ലെങ്കിൽ നല്ല സമയാന്നുള്ളതാണ്. അതെ അതെ, ചിത്ര നാവ് പൊന്നാകട്ടെ. ഓക്കെ. അല്ല പള്ളിച്ചട്ടമ്പി ഇറങ്ങി അല്ലെങ്കിൽ ബാക്കി സിനിമകൾ ഇറങ്ങി ഭയങ്കര ഹിറ്റ് ആവുമ്പോൾ ഇതുപോലെ നമുക്ക് ഇന്റർവ്യൂ ഒക്കെ തരണം. അപ്പോൾ ജിതേഷേട്ടൻ വിളിക്കുന്നെ, വിളിച്ചിട്ട് നമുക്ക് ഇരിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇരിക്കും. അതെ, ഇതുപോലെ ഇരിക്കാവുന്നത്. ഓക്കെ. ഇപ്പൊ ഈ സിനിമയിൽ ഇറങ്ങിയിട്ട് ഇപ്പൊ ഇത്രയും വർഷം ആയല്ലോ, ഇൻഡസ്ട്രിയിൽ ഇറങ്ങിയിട്ട് ഏതെങ്കിലും ഒരു മൊമെന്റിൽ ചേട്ടന് എനിക്ക് ഇത് വയ്യ അല്ലെങ്കിൽ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ട്രാക്കിൽ പോകുന്നില്ല എന്നൊരു തോട്ട് വന്നിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. തോന്നിയിട്ടുണ്ട്. തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേജിലേക്ക് വന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറെ നല്ല ആർട്ടിസ്റ്റുകൾ ഇട്ടിട്ട് പോയി, എന്നെക്കാളും കഴിവുള്ള ആർട്ടിസ്റ്റുകൾ ഇട്ട് പോയി. സിനിമയിലേക്ക് വന്ന സമയത്തും ടി വിയിൽ വന്ന സമയത്തും എന്നേക്കാൾ കഴിവുള്ള ആർട്ടിസ്റ്റുകളും അവർ വിട്ടിട്ട് പോയി. അപ്പം നമ്മളപ്പോഴും ടി വിയിലേക്കാണ്. അപ്പോഴും വല്ലപ്പോഴും സിനിമ വരുന്നു സ്റ്റേജ് അതിങ്ങനെ നിൽക്കുമ്പോഴും നമ്മുടെ കൂടെ സഞ്ചരിച്ച നമ്മളെക്കാൾ ടാലൻ്റായ ആർട്ടിസ്റ്റുകളാണ് നമ്മുടെ ഈ ഫീൽഡ് വിട്ടു പോകുന്നത്, പറ്റുന്നില്ല എന്നുണ്ട്. അപ്പോഴും നമ്മൾ നിന്നു എന്ന് പറയുന്നത് എൻ്റെ ഒരു ദൈവാധീനവും അല്ലെങ്കിൽ എൻ്റെ കാരണന്മാരുടെ ഭാഗ്യവും. എൻ്റെ അച്ഛൻ മരിച്ചു, അച്ഛനില്ല, അമ്മയുണ്ട്, പിന്നെ എൻ്റെ കുടുംബം, വൈഫ്, 2 മക്കള്, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് നിൽക്കണ്ടേ, പ്രശ്നങ്ങളില്ലേ, കാര്യങ്ങളില്ലേ, ഒരു കുടുംബം എന്നൊക്കെ പറഞ്ഞ ലെവലിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇല്ലേ. അപ്പം അതൊക്കെ തരണം ചെയ്യാൻ തക്ക വിധത്തിലുള്ള വർക്കുകൾ കുറയുന്നു, വർക്കുകളില്ല, വല്ലപ്പോഴും ഒരു വർക്ക് അല്ലെങ്കിൽ സ്റ്റേജ് ഷോ, സിനിമ, TV ഇങ്ങനെ പോവുകയല്ലേ. അതൊന്നും വലിയൊരു ബെനിഫിറ്റ് ആയിട്ടുള്ള വലിയ സംഭവം അല്ലായിരുന്നു, അല്ല. എന്നിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്ത് നിന്നു. ഇപ്പോൾ ഭാഗ്യത്തിൻ്റെ പടം കിട്ടി, നാളെ എന്താണെന്ന് അറിയില്ല, എങ്കിലും നിൽക്കുക എന്ന് പറയുന്നൊരു വലിയൊരു മനസ്സായിരുന്നു എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും. അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നല്ല നല്ല ക്യാരക്ടർ ഒക്കെ സമയം എടുത്തു എന്നുള്ള സംഭവം, അത് അത്രയും സമയം നമ്മൾ സ്ട്രഗിളിൽ കൂടെ പോവാന്നുള്ളത് ഒരു വലിയ ഒരവസ്ഥയാണ്. വലിയ അവസ്ഥയാണ് അത്. പറഞ്ഞു കഴിയുമ്പോൾ കൂടുതൽ വിഷമാകും. വിഷമിപ്പിക്കണത്. ഇപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് പോകുന്നുണ്ടല്ലോ. അടിപൊളി, ഭയങ്കര ഹാപ്പി, സന്തോഷം. ഇപ്പൊ നമ്മുടെ കുറെ സുഹൃത്തുക്കള്, പുതിയ ബന്ധങ്ങള്, പുതിയ കണക്ഷൻസ് വരുന്നു, നല്ല കോള് വരുന്നു. അത്യാവശ്യം ചീത്ത വിളിച്ചാണെങ്കിലും അതും നമ്മുടെ സുഹൃത്തുക്കളല്ലേ. ഞാൻ ആ കമന്റ്സ് ഒക്കെ നോക്കും, ഇൻസ്റ്റാഗ്രാമിൽ കമന്റ്സ് നോക്കിയപ്പോ മൊത്തം സ്വന്തം മക്കളെ പണിക്ക് വിട്ടിട്ട് കാലുമ്മക്കാല് കയറ്റി വെച്ച് മിച്ചറ് കള്ളക്കളവാ, താനൊരു തന്തയാടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ നോക്കുമ്പോ ഒക്കെ പാവം നല്ല മക്കളാ അല്ലെങ്കിൽ ചേട്ടന്മാരാ. അവരാ കഥാപാത്രത്തിനോടുള്ള സിനിമയുടെ ഇഷ്ടം കൊണ്ടും ആ കഥാപാത്രത്തിലുള്ള ഒരു അമർഷമാണ് പ്രകടിപ്പിക്കുന്നത്. അപ്പൊ ഞാനത് പോസിറ്റീവായിട്ട് എടുക്കുന്നത്. എല്ലാം പുറമേ നിന്നുള്ള കമന്റ്സ് ഏറ്റവും കൂടുതൽ ഈ ചീത്ത വിളിച്ചിട്ടുള്ള കമന്റ്സ്. ഇതുപോലത്തെ അച്ഛന്മാരെ ചേട്ടൻ കണ്ടിട്ടുണ്ടോ?
അല്ലെങ്കിൽ ചേട്ടന്റെ ചുറ്റും പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം മക്കളൊക്കെ ഗൾഫിലായിരിക്കുള്ളൂ, അല്ലെങ്കിൽ ഈ മോള് ഗൾഫിലായിരിക്കുള്ളൂ. ഈ പുള്ളിയൊക്കെ കുറെ പ്രശ്നങ്ങൾക്ക് കിടക്കായിരിക്കും, പക്ഷെ പെട്ടെന്നായിരിക്കും മക്കളെ ജോലിയായിട്ട് പുറത്തോട്ട് പോകുന്നത്. പറഞ്ഞു പക്ഷെ വിടുന്നത്. ഈ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് പുള്ളിയാണ് അതിന്റെ എല്ലാ ആളെന്നിരിക്കും പഠിപ്പിച്ച് പിള്ളേരെയൊക്കെ വിട്ടു. ഗൾഫിൽ കയറ്റിയിട്ട് ആ ഗേറ്റൊക്കെ തുറക്കാൻ ഒരു ബുദ്ധിമുട്ട്, പല പിരിവിനൊക്കെ ചെല്ലുമ്പോ നോക്കട്ടെ വാ മക്കളുടെ കാശാ, മക്കള് പറഞ്ഞിട്ടുണ്ടാവും ചെന്ന് മേടിച്ചോ അച്ഛൻ ഞാൻ പറഞ്ഞേക്കാം, പക്ഷെ അച്ഛൻ വെയിറ്റ് ചെയ്യ് എന്നൊക്കെ പറഞ്ഞിട്ട് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് അങ്ങനെ കുറെ നാട്ടിൻ എല്ലായിടത്തും ഉണ്ടാവട്ടെ, എല്ലാവർക്കും കറക്റ്റ്. അല്ല, അതിന്റെ റെഫറൻസും കൂടെ ഇതിനകത്ത് വന്നിട്ടുണ്ടോ ഏത് ഈ സിനിമയ്ക്കകത്ത്? അങ്ങനെ കണ്ട ആളുകളുടെ ഒരു ഓർമ്മയൊക്കെ? ഇല്ല, എനിക്ക് പറഞ്ഞിട്ടില്ല ഇതൊന്നും. സ്റ്റോറി പറയുമ്പോ ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്നോട്. ഈ സിനിമ കഴിഞ്ഞപ്പല്ലേ ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ നമ്മൾ അറിയണത്. ഇത് ഒന്നും പറഞ്ഞിട്ടില്ല. ക്യാരക്ടർ ഒരു സ്വഭാവം പറഞ്ഞു, ഈ മീറ്റർ പിടിച്ചാൽ ഇങ്ങനെ ചെയ്തായി ടോട്ടൽ സിനിമ കണ്ടു കഴിഞ്ഞപ്പോ അല്ലേ എനിക്ക് ദേവരായന്റെ ഡയലോഗ് ഞാൻ കരഞ്ഞുപോയി. ദേവരാജും അല്ലെങ്കിൽ അജിനും അവിടെ ഗൾഫില് അവരത്രയും ഡയലോഗ് പറയുന്നത്. അതെ അതെ. അവരുടെ ഒരു വർക്കും എന്നെ കണക്ട് ചെയ്ത് ഞാൻ സത്യം പറഞ്ഞ അവരുടെ അവസ്ഥ ആലോചിച്ച് ഞാൻ കരഞ്ഞുപോയി. കാരണം അതുപോലെ എടുത്തു വെച്ചേക്കണ സിനിമ. മാത്രല്ല ബിജുക്കുട്ടന്റെ അത് ക്യാരക്ടർ കഴിഞ്ഞിട്ട് കറക്റ്റ് ചേട്ടന്റെ ഒരു ഷോട്ടും കാണിക്കുന്നുണ്ട്. അതുകൂടെ കാണുമ്പോഴാണ് നമുക്ക് അതൊക്കെ പറഞ്ഞു തന്നിരുന്നിട്ടാ ഒരു സംഭവം ഉണ്ട്. പക്ഷെ ഇത്രയും പ്രശ്നത്തിലാണ് ദേവരായന്റെ ഡയലോഗ് ഇത്രയും പ്രശ്നം എഴുതി വെച്ചേക്കണെന്നുള്ള എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ആ സ്ക്രിപ്റ്റ് തന്നെ കാണിച്ചിട്ടില്ല. നമ്മുടെ പോഷൻ മാത്രല്ലേ പോഷനുള്ളൂ. അപ്പൊ ബിജുക്കുട്ടൻ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ബിജുക്കുട്ടൻ പറയുന്നുണ്ട് എടാ എനിക്ക് അത് പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അവനും സിനിമ കണ്ടപ്പോ ഞെട്ടിയിരിക്കുകയാണ്. സിനിമ കഴിയുമ്പോ നിങ്ങളുടെ തമ്മിൽ ഒരു കോൾ ഉണ്ടായിരുന്നു. പിന്നെ എന്നും വിളിക്കുമല്ല, ഞാൻ ഇന്നലെയും വിളിച്ചു. എന്റെ നാട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയതാ. ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അവൻ മൂത്തൊന്ന് സ്കൂളിൽ, ഞാൻ പറവൂർ സമൂഹ സ്കൂളിൽ. അവൻ അവിടെ നിന്ന് ഉപജില്ലയിലേക്ക് വരും, ഞാൻ ഇവിടുന്ന് ഉപജില്ല. ഞങ്ങൾ മത്സരിച്ചിട്ടുണ്ട്. പിന്നെ മിമിക്രിക്ക് വന്ന സ്റ്റേജിൽ ഒരുമിച്ച് കുറെ ട്രൂപ്പായിരുന്നു. ഏഷ്യാനെറ്റിൽ വന്നപ്പോഴും അവൻ തട്ടുകട, ഞാൻ സിനിമാല. ഞങ്ങൾ ഒരുമിച്ചാണ് ഇങ്ങനെ സഞ്ചരിക്കണത്. സിനിമയില് ബിജുക്കുട്ടൻ പൊത്തമ്പാവ ചോട്ടാ മൂവിയൊക്കെ വന്നു. ഞാൻ പിന്നെ കൊച്ചു വെച്ച് ദിലീപേന്റെ ക്രേസി പോലെ കണ്ടി പിന്നെ കൊച്ചു വെച്ച് പടം വരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ പാരലായിട്ട് സഞ്ചരിക്കുന്നുണ്ട് ഒപ്പം. ഇതിലും ഭാഗ്യം പോലെ ഇതിലും അവനും ഒരു സന്തോഷം, എനിക്കും ഒരു സന്തോഷം. ഒരു ബ്രേക്ക് നിലയിലേക്ക് ഒരു ക്യാരക്ടർ രണ്ടുപേർക്കും കിട്ടി. അല്ല, സിനിമ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ വിളിച്ച് സംസാരിക്കുന്നത് എന്നുള്ളത് നമുക്കൊരു പുതിയ അറിവാട്ടോ. ഞാൻ ഓർത്ത് നിങ്ങൾക്ക് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ അറിയണ്ടാവുമെന്ന്. അതില് എനിക്ക് സത്യം പറഞ്ഞ ഇപ്പൊ ഡയറക്ടർ എന്ന നിലയിലേക്ക് സാബിൻ, അഖില ക്യാമറ, കണ്ണൻ എഡിറ്റർ, പിന്നെ അതിന്റെ ആർട്ട് ബാബുപ്പള്ളി, ഇതൊക്കെ നമ്മുടെ ഈ സിനിമയിൽ വന്ന് പരിചയപ്പെട്ടവരാണ്. അതിന്റെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നതിൽ അനീഷേട്ടൻ, ആദർശ്, ബിപിൻ ദാസ്, ആരിസ്ക, ആദർശ്, ഇവരൊക്കെ ഉണ്ട് 4 പേര്. ഇവരൊക്കെ ഞാൻ ഈ സിനിമക്ക് വന്ന് പരിചയപ്പെട്ടാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആരൊക്കെയോ ആയി. കാരണം അത്ര സിമ്പിളാ അവര് ഈ 4 പേരും നമ്മളോട് ആ സ്നേഹം കാണിക്കലും ഒക്കെ ആയിട്ട് ഭയങ്കര സിമ്പിളാ. നിങ്ങളുടെ ഒരു സക്സസ് സെലിബ്രേഷൻ കഴിഞ്ഞോ? ഇല്ല. എപ്പോഴാ? എനിക്ക് ഉടനെ തന്നെ കാണും. കാരണം അത്രയും ഹൈപ്പിലാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. വെയിറ്റ് ചെയ്തിരിക്കണോ അതിന്? ഞങ്ങൾക്ക് വീണ്ടും കാണണം. കാരണം ഇപ്പൊ നമ്മള് ഫസ്റ്റ് റിലീസിന്റെ അന്ന് നമ്മള് പത്മേലി കുറച്ചുണ്ടായിരുന്നു. ബാക്കി പലയിടത്താണ്. സെൽവൻ ആഷിന്റെ മാമയായിട്ട് അഭിനയിക്കുന്ന സെൽവൻ രാജ്, സെൽവൻ മിമിക്രി ആണ്. അവൻ ട്രിവാൻഡ്രത്തായിരുന്നു. ബിജുക്കുട്ട് വരാൻ പറ്റിയില്ല. സുധീഷേട്ടൻ ഉണ്ടായിരുന്നു. ബാക്കി പിള്ളേരെ മക്കളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും വീണ്ടും ഈ സക്സസിന് ശേഷം വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് കൂടുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമായിരിക്കുള്ളൂ, ഉത്സവമായിരിക്കുള്ളൂ. അതെ, കാരണം നമ്മൾ ചെയ്തു വെച്ച കാര്യങ്ങൾ അത്രയും പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നല്ലോ. അതെ അതെ. അപ്പോ അതൊരു വലിയ കാര്യമാണ്. വേറെ പ്രത്യേകത ഉള്ളത്, എന്റെ ഒരു ട്രെയിലർ ലോഞ്ചിങ് നടന്നു ഇവിടെ ഫോർമാളിൽ. അപ്പൊ വിപിൻ ദാസ് ചേട്ടൻ സംസാരിച്ചു. ഇതില് കുറെ ആർട്ടിസ്റ്റുകൾ നമ്മൾ പ്രധാനമായിട്ട് അവതരിപ്പിക്കുന്ന കുറച്ച് ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട്. വാഴ 1 മിമിക്രിക്കാരായിട്ടുള്ള നോബി, കോട്ടൻ നസീർക്ക, അസീസ്ക്ക, അവരെ നമ്മൾ പരീക്ഷിച്ചാണ്. അവരെ സക്സസ് ആക്കി ചെയ്തിട്ടുണ്ട്. അതിന്റെ പിൻബലത്തിൽ വീണ്ടും ഞങ്ങൾ കുറച്ചുപേരെ അവതരിപ്പിക്കുന്നുണ്ട്. അത് സിനിമ കഴിഞ്ഞ ശേഷം അത് ആളുകൾ ചർച്ച ചെയ്യുമെന്ന് പറയും. അതിലൊന്ന് ബിജുക്കുട്ടൻ, ഒന്ന് ഞാന്, ഒന്ന് സെൽവരാജ്, ഒന്ന് അശ്വതി, ഒന്ന് കണ്ണൻ സാഗർ, പിന്നെ ഇത്രയും പേര്, ഇവരൊക്കെ ശംഭു, ഇത്രയും മിമിക്രിക്കാരെ ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ മിമിക്രിക്കാരെ അവതരിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഈ 6 പേരും ഗംഭീരമായിട്ട് അതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ മിമിക്രി എന്ന കലയ്ക്ക് വലിയൊരു സാധ്യത ഉണ്ടെന്നുള്ളത് പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിലൂടെ വിപിൻ ദാസ് അല്ലെങ്കിൽ സാവിൻ, ഈ ട്രൂപ്പ്, ഈ ടീം ഒന്നുകൂടി ആളുകളുടെ മുന്നിലേക്ക് മിമിക്രിക്ക് ഇത്ര സാധ്യതയുണ്ടെന്ന് കാണിച്ചു തരികയാണ്. അതിൽ എത്രയോ മിമിക്രി കലാകാരന്മാരുണ്ട് അല്ലേ? അതിൽ എനിക്കൊരു ചാൻസ് കിട്ടിയതിൽ വലിയ സന്തോഷമല്ലേ? അത് നിങ്ങൾ കോമഡി ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, നമുക്കത് യൂസ്ഡ് ടു ആണ്. പക്ഷെ ഇതുപോലെ നിങ്ങൾ പെർഫോം ചെയ്ത് നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അതാണ് മിമിക്രി വലിയ പരിപാടിയാണ്.
കാരണം മിമിക്രിക്ക് മറ്റ് കലാരൂപങ്ങൾക്ക് അതിൻ്റെതായ അളവുണ്ടാകും, ഉം. ശാസ്ത്രീയമായിട്ട് പഠിച്ചെടുക്കാം. ഇത് ശാസ്ത്രീയമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റില്ല, ജന്മന ഉള്ള കഴിവാണ്. അതിന് ഇൻബോൺ ആയിട്ട് കുറച്ച് കഴിവുണ്ടെങ്കിൽ അത് കഴിവുണ്ടെങ്കിൽ പിന്നെ അനുകരണമാണല്ലോ, ആ അത് അങ്ങനെ വരുന്നതാണ്. പിന്നെ നമ്മൾ നാടകവും കഥാപ്രസംഗവും റിഹേഴ്സലും അങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ട് 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 അതുകൊണ്ട് അഭിനയത്തിൻ്റെ വലിയ അളവൊന്നും നമുക്കറിയില്ല. ഉം. മിമിക്രി എന്നുള്ള സംഭവം വെച്ചിട്ട് നമ്മൾ അനുഗ്രഹിച്ച ഒരു സംഭവമാണ് ഈ ഉം. ഒരു കഴിവ്. അല്ലാണ്ട് അഭിനയത്തിൻ്റെ അളവൊന്നും നമുക്കറിയില്ല. ഉം. ഈ കോമഡി ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് കേട്ടിട്ടുണ്ട്. ആണോ? ഒരാളുകളെ ചിരിപ്പിക്കണ്ടേ? അപ്പൊ അതാണോ അല്ലെങ്കിൽ ഇപ്പൊ അതുപോലെ പച്ചയായിട്ടുള്ള ഈ അഭിനയമാണോ? ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ചേട്ടന്റെ കുറച്ചുകൂടെ ബുദ്ധിമുട്ട് ഏതാ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും അറിയില്ല. ആ. എങ്കിലും അല്ല ചേട്ടൻ ആളുകളെ ചിരിപ്പിക്കാന്നുള്ളത് എനിക്ക് തോന്നുന്നു നമ്മൾ പെട്ടെന്ന് ചിരിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ മിമിക്രിന്ന് വന്നുകൊണ്ട് ആ നമ്മുടെ സ്കിറ്റ് എഴുതുമ്പോഴും അല്ലെങ്കിൽ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ കൂടെ നിൽക്കുന്നവർ നമ്മളെക്കാളും കഴിവുള്ളവരാണ്. ഉം, അവരിടുന്ന കൗണ്ടർ ഒരു രക്ഷ ഉണ്ടാവില്ല. കാരണം ഞാൻ സിനിമയിൽ വന്ന സമയത്ത് സജീവമായിട്ട് നിൽക്കുന്ന സാജി കുടിയൻ, ഹരിശ്രീ മാർട്ടിൻ, ആ, ടിനി ടോം, സാജൻ പള്ളിരുത്തി, ഇവരൊക്കെയാണ് സജീവമായിട്ട് നിൽക്കുന്നത്. ഇവരൊക്കെ മാർട്ടിൻ ചേട്ടൻ്റെ മുന്നിൽ നിൽക്കാൻ പറ്റില്ല. അതുപോലത്തെ കുടിയൻ, സാജി കുടിയൻ. അപ്പൊ ഇവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അതൊരു വലിയൊരു പ്രാർത്ഥനയോടെ നിൽക്കുന്നത്. കാരണം സ്ക്രിപ്റ്റ് ഇല്ലല്ലോ, പ്രോമിറ്റിംഗ് ഇല്ലല്ലോ, സ്പോട്ടല്ലേ. ഇതുപോലെ ലേപ്പലുമായി വെച്ച് സ്പോട്ട് അടിയാണ്. അപ്പൊ ടേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട് നമ്മള്. സബ്ജക്റ്റ് അറിയാം, ക്യാരക്ടർ അറിയാം, സ്വഭാവം അറിയാം, എല്ലാം ശരിയാ. പക്ഷെ ടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പഠിച്ചു വെച്ചത് ഓർമ്മ നിർത്തി പറയണം. പ്രോമിറ്റിംഗ് ഇല്ല, തെറ്റിക്കഴിഞ്ഞാൽ വീണ്ടും പോവാം. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കോമഡി ആയതുകൊണ്ട് തന്നെ കൗണ്ടർ എങ്ങനെയൊക്കെ വരും എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അവരൊപ്പം നിൽക്കാന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമായിരുന്നു. അങ്ങനെ നിന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ചേച്ചി നമുക്കൊക്കെ അത്യാവശ്യം നല്ല നല്ല ക്യാരക്ടറൊക്കെ അന്നേ തന്ന് ബലപ്പെടുത്തിയത്. കാരണം അവരൊപ്പം പിടിച്ചേക്കണ്ടേ. ഈ ലൈവ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സംഭവമാണല്ലേ. കാരണം ഇവിടെ നമുക്ക് റീടേക്കിന്റെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അവിടെ റീടേക്ക് ഇല്ല, സ്റ്റേജിൽ റീടേക്ക് ഇല്ല. സ്റ്റേജ് എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു യുദ്ധമാണ്, ജീവൻ മരണ പോരാട്ടോ. സിനിമ അല്ലെങ്കിൽ സീരിയല് നമ്മൾ ഇന്റർവ്യൂ അടക്കം നമുക്ക് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്യാം, പ്രശ്നമില്ല. പക്ഷെ മറ്റേത് സ്റ്റേജ് കറക്റ്റ് പൊക്കി കഴിഞ്ഞാൽ കറക്റ്റ് ഇടുന്ന വരെ ഒരു യുദ്ധം, ആ ഒരു ജീവൻ മരണ പോരാട്ടോ. അപ്പൊ അവിടെ കോമഡി ആണെങ്കിൽ കോമഡി, നാടകം അല്ലെങ്കിൽ സീരിയസ് ആണെങ്കിൽ സീരിയസ്. ചില നാടക ആർട്ടിസ്റ്റുകളൊക്കെ എനിക്ക് ടെൻഷൻ ആവും. ലൈവ് തുടങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ആർട്ടിസ്റ്റ് തെറ്റിക്കല്ലേ, മറക്കല്ലേ, ടൈമിൽ നിന്ന് കയറാൻ എനിക്കായിരിക്കും ടെൻഷൻ. കാരണം നമ്മൾ സ്റ്റേജിൽ നിന്ന് വന്നുകൊണ്ട് എനിക്ക് കുറേ നാടക സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ നാടകം ആയിരിക്കുമ്പോൾ എനിക്ക് ടെൻഷനാ, ലൈവല്ലേ മറന്നു പോകും. അല്ലെങ്കിൽ മറന്നിക്കല്ല, എന്തെങ്കിലും രീതിയിൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും തടസ്സം വരുന്ന ടെൻഷൻ നമുക്കാണുള്ളത്. ഇപ്പൊ ഞാൻ കുറെ നാളായിട്ട് പ്രോഗ്രാം ചെയ്യുന്നില്ല, ഗ്രൂപ്പൊന്നുമില്ല. സിനിമയല്ല എങ്കിലും പൊതുവെ മിമിക്രി സ്കിറ്റുകൾ അങ്ങനെ പ്രോഗ്രാംസ് ടോട്ടൽ നാട്ടിലെ കുറെ. ഇപ്പൊ എല്ലാം അടിപൊളി പാട്ടും DJ ഒക്കെ ആയിട്ട് പോയാണല്ലോ, നാടൻ പാട്ടുകളും. ഇങ്ങനെ കയ്യിൽ നിന്ന് പോയ സ്റ്റേജ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ ചേട്ടാ? മറന്നുപോയ ഡയലോഗ് ഒക്കെ മറന്നുപോയ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യും? അത് ഓപ്പോസിറ്റ് ആരും കിട്ടു തരും, അതിന്റെ ബാക്കി വിട്ടു തരും. അപ്പൊ നമ്മൾ കയറി പിടിക്കും, അങ്ങനെയൊക്കെ പോകും. അത് വല്ലാത്തൊരു സംഭവമാണ്. അത് എല്ലാവർക്കും അനുഭവം ഉണ്ടായിരുന്നു. ലൈവ് കളിക്കുന്ന എല്ലാവർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. തെറ്റിപ്പോയിട്ട് രക്ഷപ്പെട്ട് വരുന്ന ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇനി ഏതൊക്കെ സിനിമകൾ ഇറങ്ങാനുള്ളത്? ഇനിയിപ്പോ പള്ളിച്ചട്ടമ്പി ഉണ്ട്, പിന്നെ തുടക്കം, ഓണം റിലീസ്, ലാലേട്ടന്റെ മോളുടെ വിഷുവിന്, ഓണത്തിന് എല്ലാം. അതിൽ ഒരു ചെറിയ വേഷം ഉണ്ടാ, ജൂഡ് ആന്റണി. എൻ്റെ കൺട്രോളർ ബിജു ചേട്ടനുണ്ട്, ബിജു തോമസ്, എന്നെ വലിയ ഇഷ്ടമാണ്. ബിജുവിന് പറഞ്ഞൊരു പടമുണ്ട്, ആശീർവാദിന്റെ പടമാണ്, ലാലേട്ടന്റെ മോളുടെ പടമാണ്, വലിയ പടമാണ്. ഇതിൽ പ്രത്യേകിച്ച് ക്യാരക്ടർ ഒന്നും ഇല്ലേല്, ഒന്നും ഇല്ലേലും. പക്ഷെ 2 ദിവസത്തെ വർക്കുണ്ട്, ഒരു ഹ്യൂമർ എലമെന്റ് ആണ്. നീ വന്ന് ചെയ്യണമെങ്കിൽ നന്നായിരിക്കും. ഞാൻ വന്ന് ചെയ്യാതിരിക്കുന്ന കുഴപ്പം, 2 ദിവസത്തെ വർക്കുള്ളൂ, ചെറിയ ക്യാരക്ടറാണ്. പക്ഷെ ആ ഏരിയ വർക്കൗട്ടായി, ആ സിനിമ ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ ജൂഡ് പറഞ്ഞ് താങ്ക് യു വന്നതിൽ, നിങ്ങൾ ചെറുതാണെന്നും അറിഞ്ഞിട്ട് പോലും വന്നല്ലോ, അപ്പൊ നമുക്ക് അടുത്ത് നല്ല സാധനം പിടിക്കാം. മതി, നമ്മൾ ചെറുത് പോലൊന്നുമല്ല, നമുക്ക് വർക്ക് ചെയ്യാന്നല്ലേ ഉള്ളു. അപ്പൊ അങ്ങനെ ഒരു പടം ചെയ്തിട്ടുണ്ട്. പിന്നെ ലർക്ക്, MA നിഷ സാറിന്റെ ലർക്ക്, അത് കഴിഞ്ഞു. പിന്നെ ആരം എന്നുള്ള സിനിമയുണ്ട്, സൈജു കുറുപ്പ് ഹീറോ ആയിട്ടുള്ളത്. അത് രജീഷ് എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്താണ്, പറവക്കാരനാണ്. വിഷ്ണുവാണ് അതിൻ്റെ റൈറ്റർ. അതും വളരെ എനിക്ക് ഭയങ്കര ഒരു വിശ്വാസമുള്ള പടമാണ്, ക്യാരക്ടറും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പോണു. അതൊക്കെ ഇത്രയൊക്കെ ഇറങ്ങാനുണ്ട്. ഈ വാഴയുടെ ഷൂട്ട് കൂടുതൽ എവിടെയായിരുന്നു? പറവൂരൊക്കെ തന്നെ ആയിരുന്നു. വാഴയുടെ ഷൂട്ട് ആലുവ സെറ്റിൽമെന്റ് സ്കൂളായിരുന്നു, പിന്നെ പറവൂരായിരുന്നു. എന്റെ വീട്ടിലാണെങ്കിൽ എന്റെ പറവൂരാ. ഞാൻ അത് ചോദിക്കാം, അപ്പൊ വീട്ടിലോട്ട് പോയാൽ എളുപ്പമായിരുന്നു ഷൂട്ട്? ഞാൻ റൂമിൽ നിന്നിട്ടില്ലല്ലോ, ആലുവ ഷൂട്ട് എടുക്കുമ്പോഴും ഞാൻ വീട്ടിൽ വരും. ഈ പറവൂര് എന്റെ വീടായിട്ട് കാണിക്കുന്നത് പറയാടുന്ന സ്ഥലമാണ്. അവിടുന്ന് ഒരു 5 കിലോമീറ്റർ ഉള്ളൂ.
ഞാൻ വീട്ടിലോട്ട്. വീട്ടിലേക്ക് വരും. ആ. അപ്പൊ രാവിലെ പോകുന്നു, പരിപാടി രാവിലെ കഴിഞ്ഞു, പോകുന്നു, വൈകിട്ട് വരുന്നു. വീട്ടിലേക്ക് വരുന്നു. അപ്പൊ റൂമിലൊന്നും നമ്മൾ സ്റ്റേ ചെയ്തിട്ടില്ല. നിന്നിട്ടില്ല. ആ. ബിജുക്കുട്ടനും അതെ എല്ലാരും ആ പോയിട്ട് വരികയായിരുന്നു. നാട്ടുകാര്. ബിജുക്കുട്ടന്റെ വീടും കാണിച്ചത് ഇവിടെ കണ്ടു, നമ്മുടെ കുമ്പിടി ആ ഭാഗത്താ, ആ. അന്നമരുടെ കുമ്പിടി ആ ഭാഗത്താണ് അപ്പൊ നമുക്ക് ട്രാവലിംഗ് ഈസി ആയിരുന്നു. ഒക്കെ പോയിട്ട് വരികയായിരുന്നു. ആ. അത് വലിയ ഒരു അനുഗ്രഹമായിരുന്നു. ഓക്കെ. അല്ല, ഈ സിനിമകളുടെയൊക്കെ ഭാഗമായതുകൊണ്ട് ഏതെങ്കിലും ഒരു സിനിമ നഷ്ടപ്പെടുക അല്ലെങ്കിൽ ഡേറ്റ് ക്ലാഷ് വരിക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ഈ വാഴ ചെയ്യുമ്പോ വിജയ് ബാബു ആ. ചേട്ടൻ എല്ലാം അറിയാല, ആ. സ്കൂൾ സീൻ ചെയ്യുന്ന സമയത്ത് ചേട്ടൻ പറഞ്ഞ് കിടാമംഗലം ഒന്ന് കാരവനിലേക്ക് വരണമെന്ന് പറഞ്ഞു. ആ. ചെന്നു, ബ്രേക്ക് സമയത്ത് ഞാൻ ചെന്നു. പുള്ളി അപ്പൊ ഈ ആടുത്തിരിയുടെ ചാറ്റിങ് അടക്കിയിരുന്നു. ഉം. പുള്ളി ഫയലൊക്കെ എടുത്ത് പറഞ്ഞു, ഇതില് ഒരു ക്യാരക്ടർ ഉണ്ട്, ടെക്ക് ചെയ്ത് കിടാമംഗലത്തിന്റെ പേരെഴുതിയാണ്, ഉം. വിളി വരും, ചെയ്തോളണം. ഹാപ്പിയായി. ആ, ആടുത്തിരിയല്ലേ, അടുത്തിടെ ഒരു സന്തോഷമായി. 2 ദിവസം കഴിയുമ്പോഴേക്കും അതിന്റെ കൺട്രോൾ ഷിബുച്ചേട്ടൻ വന്ന് കൺട്രോളറിൽ സെറ്റ് വന്നിട്ടുണ്ടായി. അപ്പൊ വിജയൻ പറഞ്ഞു, ഇതേത് കിടാമംഗലം, ആ എനിക്കറിയാം, അപ്പൊ വിളിച്ചോളും. അപ്പൊ തന്നെ ശിവചേട്ടൻ പറഞ്ഞ് ബിജുക്കുട്ടൻ ആടുത്തിരിയിലുണ്ട്, വാഴയിലുണ്ട്. ബിജുക്കുട്ടന്റെ 1-2 ദിവസം ക്യാരക്ടർ അല്ലെങ്കിൽ ഡേറ്റ് ക്ലാഷ് കാണിക്കുന്നുണ്ട് ഈ ആടുത്തിരിയും വാഴയും. അപ്പൊ ശിവചേട്ടൻ ചോദിച്ചു, അതുപോലെ വല്ലതും വരുമോ, ക്ലാഷ് വല്ലതും വരുമോ? ഞാൻ പറഞ്ഞു, വരാൻ സാധ്യതയില്ല, നോക്കാന്ന് പറഞ്ഞു. അപ്പോഴേക്കും പള്ളിച്ചട്ടമ്പി സ്റ്റാർട്ടായി. പള്ളിച്ചട്ടമ്പി ഒരു 44 ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ അവിടുത്തെ കാലാവസ്ഥയും മഴയും അത് ഇതും പ്രശ്നങ്ങളും കാരണം മൊത്തം ടോട്ടലി മാറി. എന്റെ ഡേറ്റും 10, 50, 55 ദിവസം മാറി. അപ്പൊ വാഴ പള്ളിച്ചട്ടൻ സോറി പള്ളിച്ചട്ടൻ വാഴ ആ സമയത്താണ് ഈ ആടുത്തിരി വന്നത്. ആടുത്തിരി മൊത്തം ക്ലാഷ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. എന്നിട്ട് ഞാൻ വിജയവാച്ചനെ വിളിച്ചു, ചേട്ടാ ഇങ്ങനെ സംഭവം ഉണ്ട്, ഒന്നും ടെൻഷൻ അടിക്കണ്ട, സിനിമയാണ്, ഇതൊക്കെ പറഞ്ഞിട്ടില്ലാണ്, നിന്റെ ഭാഗത്തുനിന്നുള്ള കുഴപ്പമില്ലല്ലോ, എനിക്ക് മനസ്സിലാവുമല്ലോ, അത് ഇപ്പൊ തൽക്കാലം അത് രണ്ടും നടക്കട്ടെ, ഭാഗ്യം ഉണ്ടാവും, നമുക്ക് കൂടാം, ഇനിയും കൂടാം. ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാ? ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പ്ലാൻ ചെയ്യുന്ന ഒരാളല്ല, ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. കോള് വരുന്നു പോകുന്നു, സിനിമ ഞാൻ പറഞ്ഞില്ലേ, കോള് വരുന്നു, ചെറുതാണോ വലുതാണോ ഒന്നും നോക്കൂല. അല്ല, നമ്മൾ ഒരു സമയം കഴിഞ്ഞാൽ ക്യാരക്ടറിന്റെ ഒരു ഡെപ്ത് ഒക്കെ നോക്കിയിട്ടല്ലേ ആളുകൾ സിനിമ ചെയ്യുന്നത്? ആയിരിക്കാം, ആണ്. നമ്മളെന്തിനങ്ങനെ നോക്കുന്നത്? നമുക്ക് ഇത് ഒരു സുപ്രഭാതത്തിൽ വന്നു, നമുക്ക് നല്ല ക്യാരക്ടർ കിട്ടി, ഇത് തന്നെ ഇതിന്റെ കറക്റ്റ് ഫോളോ അപ്പ്, ഇതേ ഡെപ്ത് ഉള്ള ക്യാരക്ടർ ഇനി വന്നൊന്നും നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ, വരുമ്പോ ചെയ്യാം, അതല്ലേ എൻ്റെ ഒരു റൂട്ട്. ഇല്ല, ഞാൻ ഇനി മുതൽ ഞാൻ മറ്റൊന്നും എടുക്കില്ല എന്ന് പറയുന്നത് മോശമല്ലേ? ശരിയാണ്. ഇനി മുതൽ ഇങ്ങനെയുള്ള സംഭവം ഞാൻ പിടിക്കുള്ളൂ, മറ്റു സംഭവം എടുക്കല്ലോ, അങ്ങനെ പറഞ്ഞ ശരിയല്ലോ. പക്ഷെ ഇപ്പൊ ഒരു ക്യാരക്ടർ റോൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടില്ല, അപ്പൊ ഇനി ആ ഒരു ട്രാക്കിലേക്ക് പിടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അതൊക്കെ നമ്മുടെ ആഗ്രഹം, അങ്ങനെ ആഗ്രഹിക്കാം. പക്ഷെ നമ്മൾ അതിനുവേണ്ടി പിടിവാശി പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ, അല്ലെങ്കിൽ അതിനുവേണ്ടി വാശി പിടിക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മളതിന് സ്ട്രെയിൻ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ആഗ്രഹിക്കാം നമുക്ക്, പക്ഷെ സംഭവിക്കട്ടെ, അതാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ അതല്ല, പറ്റൂല, ഇതാ റൂട്ട് എന്ന് പറഞ്ഞ് പോകുന്നത് ശരിയല്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്നു, വരട്ടെ, നമുക്ക് നോക്കാം. ഇത്രയും വർഷം നിന്നില്ല നമ്മള്, 26 വർഷം എന്ന് പറയുന്ന ചെറിയ കാലയളവ്. വർഷം നിന്നില്ലേ? അതെ, ചേട്ടനോട് സംസാരിക്കുമ്പോൾ ഭയങ്കര പോസിറ്റീവാണ്, നമുക്ക് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും. എന്തായാലും വാഴ 2 കണ്ടതിന് ശേഷം നമ്മുടെ കൂടെ നമുക്ക് ഈ സിനിമയുടെ പ്രത്യേകത എന്താ വെച്ചാൽ, സിനിമ കഴിഞ്ഞാലും നമുക്ക് അത് നമ്മളെങ്ങനെ ഹോണ്ട് ചെയ്യും. ആ സിനിമയുടെ കുറേ സീൻസും കുറേ കാര്യങ്ങൾ നമ്മളെ കണക്ട് ചെയ്ത് നമ്മുടെ ഉള്ളിലുണ്ടാവും. അതുപോലെ നമ്മുടെ കൂടെ വന്ന കുറേ ആളുകളാണ്, അതിലൊരാളാണ് ചേട്ടനും. അപ്പൊ കണ്ടതിൽ സന്തോഷം, നമ്മുടെ കൂടെ ഇത്ര നേരം നിന്നതിൽ താങ്ക് യു സോ മച്ച്. എന്തായാലും വാഴ 2 എന്ന സിനിമയുടെ വലിയ വിജയത്തിന്റെ ഭാഗമായിട്ട് കൗമുദി ചാനൽ എൻ്റെ ഒരു വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് എന്നെ ക്ഷണിച്ചത്, വന്നത്. ഒരുപാട് കാര്യങ്ങൾ പങ്കുവെച്ചു. അതോടൊപ്പം തന്നെ വാഴ 2 നല്ല സിനിമയാണ്, എല്ലാവരും പോയി കാണുക, ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക. ഞങ്ങളൊക്കെ പുതിയ കുറേ ആളുകളാണ്, നിങ്ങളുടെ പ്രോത്സാഹനം വേണം. അതോടൊപ്പം തന്നെ എൻ്റെയും കുടുംബത്തിൻ്റെയും വാഴ ടീമിൻ്റെയും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ കൂടി ഈ അവസരത്തിൽ ഞാൻ നേരുന്നു. താങ്ക് യു.